മാന്നാർ ഗ്രാമപഞ്ചായത്തിൽ LDF ഭരണസമിതിക്കെതിരെ UDF കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയം പരാജയപ്പെട്ടു. പദ്ധതി പ്രവർത്തനങ്ങളിൽ അഴിമതിയും സ്വജനപക്ഷപാതവും ആരോപിച്ചാണ് മാന്നാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TV രത്നകുമാരിക്കെതിരെ UDF അവിശ്വാസ പ്രമേയത്തിന് നോട്ടീസ് നൽകിയത്. മാന്നാർ ഗ്രാമപഞ്ചായത്തിൽ LDF ഭരണസമിതിക്കെതിരെ UDF കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയം പരാജയപ്പെട്ടു. പദ്ധതി പ്രവർത്തനങ്ങളിൽ അഴിമതിയും സ്വജനപക്ഷപാതവും ആരോപിച്ചാണ് മാന്നാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TV രത്നകുമാരിക്കെതിരെ UDF അവിശ്വാസ പ്രമേയത്തിന് നോട്ടീസ് നൽകിയത്. ചൊവ്വാഴ്ച രാവിലെ 11-ന് മാവേലിക്കര ബ്ലോക്ക് സെക്രട്ടറി R. അബു വരണാധികാരിയായാണ് അവിശ്വാസ പ്രമേയം ചർച്ചയ്ക്കെടുത്തത്. മാന്നാർ ഗ്രാമപഞ്ചായത്തിൽ ആകെ 18 സീറ്റുകളാണ് നിലവിലുള്ളത്. ഇതിൽ നിന്ന് കൂറുമാറ്റ നിരോധന നിയമപ്രകാരം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റിനെ ഹൈക്കോടതി അയോഗ്യനാക്കിയതോടെ LDF-നും UDF-നും 8 സീറ്റും BJP-ക്ക് 1 സീറ്റുമാണ് ഇപ്പോഴുള്ളത്. അവിശ്വാസ പ്രമേയ ചർച്ചയിൽ നിന്നും BJP അംഗം വിട്ടുനിന്നതോടെ 8-8 എന്ന തുല്യനിലയിൽ വോട്ടുകൾ ലഭിച്ചു. ഗ്രാമപഞ്ചായത്തിന്റെ മുഴുവൻ സീറ്റുകളുടെ പകുതിയിൽ കൂടുതൽ വോട്ടുകൾ നേടിയാൽ മാത്രമേ അവിശ്വാസം പാസ്സാക്കുകയുള്ളൂ. ഇവിടെ 8-8 എന്ന നിലയിൽ ഭൂരിപക്ഷമില്ലാതെ അവിശ്വാസം പരാജയപ്പെടുകയായിരുന്നു. മാന്നാർ ഗ്രാമപഞ്ചായത്തിൽ വികസന പ്രവർത്തനങ്ങൾ നടത്തിവരുന്ന പഞ്ചായത്ത് ഭരണസമിതിക്കെതിരെ എല്ലാ കാലത്തും വികസന വിരുദ്ധരായി നിൽക്കുന്ന നിലപാടാണ് UDF-നുള്ളതെന്ന് LDF നേതാക്കൾ പറഞ്ഞു. ഇനി ഉണ്ടാകുന്ന വിധി എന്തായാലും അത് സ്വീകരിക്കാൻ LDF-ഉം മാന്നാറിലെ ജനങ്ങളും തയ്യാറാണ്. ഒരു ദിവസം കൊണ്ടോ അല്ലെങ്കിൽ ഒരു രാത്രി കൊണ്ടോ ഒന്നും എടുത്ത തീരുമാനമല്ല. മാന്നാറിലെ കോൺഗ്രസിനകത്ത് നിലനിന്നിരുന്ന സ്വജനപക്ഷപാതവും അഴിമതിയും കൊള്ളരുതായ്മയും അതിലേറെ വലിയേട്ടൻ മനോഭാവവും അതിനപ്പുറത്തേക്ക് വർഗീയതയും വെച്ചു പുലർത്തുന്ന മാന്നാറിലെ കോൺഗ്രസ് നേതൃത്വത്തിന്റെ പിടിപ്പുകേട്, വികസന വിരോധികളായിട്ടുള്ള മനോഭാവം ഇതൊക്കെ കണ്ട് മനമെടുത്ത് കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നടപ്പാക്കുന്ന വികസന പ്രവർത്തനങ്ങൾ അവിശ്വാസം കൊണ്ടുവന്ന് ഇവിടെ ഇന്ന് പരാജയപ്പെടുകയും ഇടതുപക്ഷ മുന്നണി വീണ്ടും സജീവമായി തന്നെ ഭരണം നിലനിർത്തി മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യമാണ്. ഇതുവരെ 3 വർഷം കൊണ്ട് ശരിക്കും നീതിയുക്തമായിട്ട് തന്നെ പഞ്ചായത്തിന്റെ കാര്യങ്ങൾ എൻ്റെ പാർട്ടിയുടെ നിർദ്ദേശപ്രകാരം ഒരു കുറവും കൂടാതെ നല്ല രീതിയിൽ തന്നെ നടത്തിക്കൊണ്ട് പോരുകയായിരുന്നു. ഇനിയും തുടർന്നുള്ള 2 വർഷക്കാലവും നല്ല രീതിയിൽ തന്നെ ഈ ഭരണം കാഴ്ചവെക്കാൻ എല്ലാവരുടെയും ജനങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവണം. ഇതുവരെയും എനിക്ക് സപ്പോർട്ട് തന്ന എൻ്റെ പ്രിയപ്പെട്ട ജനപ്രതിനിധികൾ, ഓഫീസിലെ ഉദ്യോഗസ്ഥർ, അതുപോലെ തന്നെ എൻ്റെ പാർട്ടി ലീഡർമാർ, എന്നെ ഇത്തരത്തിൽ നയിച്ച് ഒരു സ്ഥാനാർത്ഥിയാക്കി ഇതുവരേക്കും കൊണ്ടുവന്ന എൻ്റെ പാർട്ടി നേതാക്കൾ, അങ്ങനെയുള്ള എല്ലാവർക്കും വളരെയേറെ സപ്പോർട്ട് ചെയ്ത മാധ്യമ പ്രവർത്തകർ എല്ലാവർക്കുമുള്ള നന്ദി അറിയിക്കുന്നു. ചില വ്യക്തികൾക്ക് ഒരു ദിവസം ആ വൈസ് പ്രസിഡന്റ് കസാരയിലോ പ്രസിഡന്റ് കസാരയിലോ ഇരിക്കാൻ ആഗ്രഹിക്കുന്ന 1-2 പേര് ഈ UDF-ൽ ഉണ്ടെന്നുള്ളത് നമുക്ക് മനസ്സിലായി. അതുകൊണ്ടാണ് ഒരു സാധ്യതയും ഇല്ലാത്ത ഒരു അവിശ്വാസ പ്രമേയം അവതരിപ്പിക്കുവാനും അത് പരാജയപ്പെടുമെന്ന് അവർക്ക് നേരത്തെ തന്നെ അറിവുള്ളതാണ്. എന്തെങ്കിലും കാരണവശാൽ എന്തെങ്കിലും ഒരു അബദ്ധം ആർക്കെങ്കിലും പറ്റിയാൽ ആ ഒരു ഗ്യാപ്പിൽ ഒരു ദിവസം ഇരിക്കണമെന്നുള്ള ഒരു വ്യാമോഹം മാത്രമാണ് ഈ അവിശ്വാസത്തിലുള്ളത്. ഇൻക്ലാബ് സിന്ദാബാദ് 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 ഇൻക്ലാബ് സിന്ദാബാദ് 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 LDF സിന്ദാബാദ് LDF സിന്ദാബാദ് LDF സിന്ദാബാദ് LDF സിന്ദാബാദ് രത്നകുമാരി സിന്ദാബാദ് രത്നകുമാരി സിന്ദാബാദ് രത്നകുമാരി സിന്ദാബാദ് രത്നകുമാരി സിന്ദാബാദ് ഇൻക്ലാബ് സിന്ദാബാദ് ഇൻക്ലാബ് സിന്ദാബാദ് ഇൻക്ലാബ് ഓരോ അടിയും മുന്നോട്ട് ഓരോ അടിയും മുന്നോട്ട് ഓരോ അടിയും മുന്നോട്ട് ഓരോ അടിയും മുന്നോട്ട് ഇൻക്ലാബ് സിന്ദാബാദ് 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 ഇൻക്ലാബ് സിന്ദാബാദ് 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 LDF സിന്ദാബാദ് LDF സിന്ദാബാദ് 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 വിവാദങ്ങൾ ഇനിയും ജനങ്ങളോടൊപ്പം വികസന പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുമെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TV രത്നകുമാരി പറഞ്ഞു. CDNet ന്യൂസ്, മാന്നാർ.